അവർക്ക് പെട്ടെന്ന് രാവിലെ അദ്ദേഹം ഈ തിരക്കിനിടയിൽ അദ്ദേഹം വിട്ടുപോയി, വോട്ടിടേണ്ട കാര്യം വിട്ടുപോയി. യഥാർത്ഥത്തിൽ SIRന്റെ പരസ്യം വന്നപ്പോഴും ചാനൽ വഴിയും TV വഴിയും റേഡിയോ വഴിയും FM വഴിയും എപ്പോഴും SIRൽ പറയുന്നത് BLOമാർ നവംബർ 4-നും ഡിസംബർ 4-നും ഇടയ്ക്ക് BLOമാർ വീടുകൾ സന്ദർശിക്കും. എന്നാൽ ഈ പറഞ്ഞ സുഹൃത്തിന്റെ വീട്ടിൽ ഫുൾ ടൈം ആളുണ്ട്, അവിടെ മക്കൾ പഠിക്കുന്നതായതുകൊണ്ട് അവർ വീട്ടിലുണ്ട്. അവിടെ ആരും ഈ ദിവസങ്ങളിൽ വന്നില്ല. അപ്പോഴാണ് അവിടുത്തെ ആ സുഹൃത്ത്, എന്റെ സുഹൃത്ത്, ഉടനെ തന്നെ ഫോൺ എടുത്ത് ഒരു സംശയം തോന്നിയത് കൊണ്ട് SIRകാർ വന്നില്ലല്ലോ എന്നുള്ള സംശയം തോന്നിയത് കൊണ്ട് അവിടുത്തെ അസോസിയേഷന്റെ സെക്രട്ടറിയെ വിളിക്കുന്നു. അസോസിയേഷൻ സെക്രട്ടറി പറഞ്ഞു, അയ്യോ അതിന്റെ ഡേറ്റ് ഒക്കെ ആയല്ലോ, ഇവിടെയല്ല വരേണ്ടത്, സ്കൂളിൽ ചെല്ലണം, തൊട്ടടുത്തുള്ള സ്കൂളിൽ ചെല്ലണം. അപ്പൊ തന്നെ നിയമം ലംഘിക്കപ്പെട്ടു, പോട്ടെ. അങ്ങനെ ആ സുഹൃത്ത് സ്കൂളിൽ പോയി. അപ്പൊ സ്കൂളിൽ പോയപ്പോഴാണ് അതിനിടയിൽ സെക്രട്ടറി ആ സുഹൃത്തിന് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചു കൊടുത്തു, വില്ലേജ് ഓഫീസറുടെ ഒരു വാട്സപ്പ് മെസ്സേജ്. നിങ്ങൾ ഇന്ന സ്കൂളിൽ, ഞാൻ സ്ഥലം പറയാത്തത് ഇത് അങ്ങനെ ഒരു ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ നമ്മൾ അധിക്ഷേപിക്കേണ്ട എന്നുള്ള കാര്യം പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ ഇന്ന സ്കൂളിൽ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ അവിടെ BLOമാരുണ്ടായിരിക്കും, അവിടെ ചെല്ലേണ്ടതാണെന്നുള്ള അറിയിപ്പ് റെസിഡൻസ് അസോസിയേഷനിൽ എല്ലാവരും അറിയിക്കാനായിട്ടാണ് സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത്. അപ്പൊ ആ വാർത്തയും ആ സുഹൃത്തിന് കിട്ടി. ഇതെല്ലാം കൂടെ കൊണ്ട് നേരെ സുഹൃത്ത് BLOമാരെ കാണാനായിട്ട് സ്കൂളിൽ ചെല്ലുന്നു. സ്കൂളിൽ ചെല്ലുമ്പോൾ നല്ല മഴയുള്ള ദിവസമാണ്, കൂരാങ്കൂരി ഇരുട്ടാണ്, ഫാനില്ല, ട്യൂബില്ല, ഒന്നുമില്ല. ഈ BLOമാർ 2-3 വനിതകളാണ് ഉണ്ടായിരുന്നത്. അവിടെ ഉച്ച സമയമാണ്, ബാക്കിയുള്ളവർ ഊണ് കഴിക്കാൻ പോയിരിക്കുന്നു. അത് ശരിയാണ്, ഊണ് കഴിക്കാൻ പോണ സമയമാണ്, 2:30 മണിയായി. അപ്പൊ ഉണ്ടിട്ട് വരാനുള്ള സമയമാണ് ശരിക്ക്. അപ്പൊ ശരിക്ക് 2 മണിക്ക് വന്നുകൂടെ എന്ന് ചോദിച്ചാൽ അവർ പോയത് ചിലപ്പോൾ 1:45, അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല.